അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പലരെയും കുറിച്ച് ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവർ എന്ന് പറയാറുണ്ട്. ചെയ്തു കൊടുത്ത ഉപകാരത്തിന് നന്ദി ചെയ്യാതെ നന്ദികേട് കാണിക്കുന്നവരെ കുറിച്ചാണ് ഇങ്ങനെ പറയാറുള്ളത്. എങ്കിൽ ഈ പ്രയോഗം കൂടുതൽ യോജിക്കുന്നത് സലഫികൾക്കാണ്. സലഫികളുടെ അനിസ്ലാമികമായ ഒരു വിശ്വാസവും വാദവുമാണ് മരണപ്പെട്ടതോടുകൂടി ആ വ്യക്തിയുടെ കാഴ്ചയും കേൾവിയും തുടങ്ങിയ കഴിവുകളെല്ലാം അസ്തമിച്ചു എന്നതും ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനോ ജീവിച്ചിരിക്കുന്നവർക്ക് സഹായങ്ങൾ എത്തിക്കുവാനോ വഫാത്തായവർക്ക് കഴിയുകയില്ല എന്നതും. ഈ അനിസ്ലാമികമായ വിശ്വാസം ഒരു വശത്ത് ഇവർ പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ വിശ്വാസത്തിന് എതിരായി വഫാത്തായവരിൽ നിന്നുള്ള സഹായം സ്വീകരിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് സലഫികൾ. മിഅ്റാജിൻ്റെ രാവിലാണ് മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയത്. 50 വഖത്ത് നിസ്കാരമാണ് ആദ്യം നിർബന്ധമാക്കി അല്ലാഹു തആല കൊടുത്തത്. ആ 50 വഖത്ത് നിസ്കാരവുമായി ഭൂമിയിലേക്ക് വരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയും തനിക്കും തൻ്റെ സമുദായത്തിനും 50 വഖത്ത് നിസ്കാരം അല്ലാഹു തആല സമ്മാനമായി നൽകിയിട്ടുണ്ട് എന്ന് മുത്തുനബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയും ഈ 50 വഖത്ത് നിസ്കാരം സമുദായത്തിന് ഭാരമാണ്, അതുകൊണ്ട് ഇത് ചുരുക്കിത്തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം മുത്തുനബിയോട് ആവശ്യപ്പെടുകയുമുണ്ടായി. അങ്ങനെ പല പ്രാവശ്യം അള്ളാഹുവിനെ സമീപിച്ച് കുറച്ച് തരാൻ മുത്തുനബി ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 50 എന്നത് 5 വഖത്താക്കി ചുരുക്കപ്പെട്ടു. ഇത് മുസ്ലിം സമുദായത്തിന് വലിയ ഒരു സഹായമാണ്. ഈ സഹായത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വഫാത്തായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്നാൽ വഫാത്തായവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കില്ല എന്ന വിശ്വാസം വെച്ചു പുലർത്തുന്ന സലഫികൾ ഒന്നുകിൽ നിങ്ങളുടെ ഈ വിശ്വാസത്തോട് കൂറു പുലർത്തിക്കൊണ്ട് 50 വഖത്ത് നിസ്കാരം നിർവഹിക്കുക, അല്ലെങ്കിൽ ഈ വിശ്വാസം നിങ്ങൾ ഒഴിവാക്കി 5 വഖത്ത് നിസ്കരിക്കുക. നിലവിൽ നിങ്ങൾ 5 വഖത്താണ് നിസ്കരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള തത്വം 5ആക്കാനുള്ള കാരണം വഫാത്തായ മൂസാ നബിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വഫാത്തായവരിൽ നിന്ന് സഹായം സ്വീകരിക്കുക, മറുവശത്ത് വഫാത്തായവർ സഹായിക്കുകയില്ല എന്ന് ഘോരം പ്രസംഗിക്കുക. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഉണ്ടചോറിന് നന്ദി കാണിക്കാത്തവരാണ് സലഫികൾ എന്നത്. വഫാത്തായവരിൽ നിന്ന് സഹായം സ്വീകരിച്ച് ആ സഹായത്തിന് നന്ദി കാണിക്കേണ്ടതിന് പകരം അവർ സഹായിക്കുകയില്ല എന്ന നന്ദികെട്ട സംസാരം നിങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് വഫാത്തായവർ സഹായിക്കുകയില്ല എന്ന വാദത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുക. അതേ വാദത്തിൽ നിന്ന് നിങ്ങൾ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ 50 വഖത്ത് നിസ്കരിക്കുക. എങ്കിലേ നിങ്ങളുടെ വിശ്വാസത്തോടും വാദത്തോടും നീതി പുലർത്തിയവരായി മാറാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.